നോക്കാം. ഹൈക്കോടതി നമ്മുടെ സാർ പിടികൊടുക്കാൻ പറ്റും. ആയി നിസ്സാര കാര്യത്തിനെ ജാമ്യം മനഃപൂർവ്വം കട്ടി നമ്മുടെയിലാണല്ലോ ശരി. ആ സാറിന് പോയി അല്ല, കാണാതെ പറയാൻ പറ്റും. അത് ഒരുപാട് സന്തോഷം കേട്ടാ. മാത്രമല്ല, ഇങ്ങനെ ഡയറക്റ്റായിട്ട് വിളിച്ച് അപ്പോൾ ഒരു മര്യാദ വരാൻ പറ്റുമോ അയ്യോ അന്നേരം കൊടുക്കും. അതായത് നാളെ കോടതിയിൽ ഇപ്പം ഒരു വിധി വരുന്നു, ജാമ്യം ക്യാൻസലാണ്, ജയിലിലേക്ക് പോവാം. ഇവിടെ മറ്റേ ഈ കാക്കാമാരെല്ലാം തീവ്രവാദികളെല്ലാം രാജ്യം വിട്ടു പോകാൻ പറഞ്ഞു. അത് കേസ് നമസ്കാരമുണ്ടേ. അതിൻ്റെ കേസാണ്. ജാമ്യം ക്യാൻസലാണ്. അല്ല, കോട്ടയം ജാമ്യം ക്യാൻസലാണ്. ഉറപ്പാണ് ക്യാൻസലാവും. ചിലപ്പോൾ നാളെ ജയിലിലോട്ട് പോകും. ഹൈക്കോടതി കൊടുക്കും. ഇവിടെ പറഞ്ഞാൽ ജയിലിൽ കൊണ്ട് പോകാൻ ഇറങ്ങിക്കൊണ്ട് ഒരു നല്ല കാര്യം പോയി കിടക്കുന്നതന്നെ കുഴപ്പം. രാജ്യം നല്ല രീതിയിലല്ലോ ഈ തീവ്രവാദികളാണ് നമ്മൾ നോക്കി നോക്കുന്നത്. അത് ഉറപ്പായിട്ട് ആരുകൊണ്ടും പറയട്ടെ. ജാമ്യം കിട്ടും. മനസ്സിലായിട്ട് സെഷൻ ജഡ്ജി ഇന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ഇന്ന് പറഞ്ഞു. സുപ്രീം ഹൈക്കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. അങ്ങനെ രീതിയിൽ അതാണ് അവരങ്ങനെ പറഞ്ഞു. സത്യല്ലേ ഞാൻ കയറുവാണ്. മാസ്ക് വെച്ചിട്ട് എന്നെ കണ്ടുപിടിച്ചളഞ്ഞ് പ്രൈസ് ഉണ്ട്. ഈ രാജ്യത്ത് മനുഷ്യൻ ജീവിക്കണം ഉറപ്പായിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങൾ കേസെടുത്ത് റിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു കേസുകൾ ശരിയായിട്ടുള്ള കാര്യം തന്നെ. പിണറായി ഇപ്പം 4 പ്രാവശ്യം എന്നെ പിടിച്ചുകൊണ്ട് ചില തിരഞ്ഞെടുപ്പ് ഗവൺമെൻറ് കോടതി എനിക്ക് ജാമ്യം തന്നു, ഇറങ്ങി പോന്നു. അവർ പിടിച്ചോട്ടെന്ന് ഞാൻ ഈ രാജ്യത്ത് നീതിയുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുണ്ട്. ആ കോടതി സംരക്ഷണം എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ധൈര്യമായിട്ട് എന്തായാലും ജാമ്യം കിട്ടും. ധൈര്യമായിട്ട്. ശരി സാർ. ശരി സാർ.